ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനമാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് സഭകളോട് എന്താ പറയുന്നത്? ശുദ്ധീകരിക്കുക, എന്റെ സഭയെ ശുദ്ധീകരിക്കുക, എന്റെ വൈദികർ ശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ സമർപ്പിതരും സന്യസ്തരും ശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ അൽമായർ ശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലായിടങ്ങളിലും ഒരു ശുദ്ധീകരണത്തിനുള്ള സമയമാണ്. കർത്താവ് തരുന്ന ഈ നിർദ്ദേശം അനുസരിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കൊടിയ തകർച്ചകളായിരിക്കും നമുക്ക് സംഭവിക്കുക. പുറപ്പാട് പുസ്തകം 9:21 മനോഹരമായൊരു വചനമുണ്ട്. ആത്മാവ് പറയുകയാണ്, കർത്താവിന്റെ വാക്കുകളെ അവർ ഗൗനിക്കാതെ തങ്ങളുടെ മൃഗങ്ങളെയും ആടുമാടുകളെയും അവർ വയലിൽ തന്നെ നിർത്തി. കർത്താവിന്റെ വാക്കുകളെ അവർ ഗൗനിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആ മൃഗങ്ങളിലേക്കും അവരുടെ വസ്തുവകകളിലേക്കെല്ലാം ന്യായവിധി കടന്നു വരുന്നതാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, എന്റെ കുടുംബങ്ങൾ, എന്റെ സഭ, എന്റെ സമൂഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നുള്ള കർത്താവിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ശിക്ഷാവിധികൾ നമ്മുടെ പേരുണ്ടാകും. ലേവ്യ പുസ്തകം 20:7 പരിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ച് ആത്മാവ് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ പരിശുദ്ധ വചനത്തിന് ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ പ്രസക്തിയുണ്ട്. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും ലൈംഗിക രാജകത്വങ്ങളും പാപമ്ലേച്ഛതകളും മറ്റു പല വിധത്തിലുള്ള ദുഷിപ്പുകളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ശുദ്ധീകരിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കുടുംബങ്ങളെ കഴുകണമേ, ഞങ്ങളെ സഭാ സമൂഹങ്ങളെ തിരിച്ചോര കൊണ്ട് കഴുകണമേ എന്ന് ഞാൻ നിങ്ങളും ചങ്കുപൊട്ടി കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. സ്വർഗം തരുതി മുന്നറിയിപ്പ്, ആത്മാവിന്റെ ആലോചന നാം സ്വീകരിച്ച് സകല പാപചൈതികളിൽ നിന്നും കർത്താവിനെ വേദനിപ്പിക്കുന്ന, ദൈവവചനത്തെ തിരസ്കരിക്കുന്ന എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും ദൈവമഹത്വത്തിൽ നമ്മെ സൂക്ഷിക്കുവാനും നമുക്ക് ഒരുങ്ങാം. ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ദിനംതോറും നമ്മെ